അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്ന് ഈ മുന്തിരി വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. നല്ല സ്വാദോടെ കുട്ടികൾക്കും കൊടുക്കാം, വലിയവർക്കും കുടിക്കാം, എല്ലാവർക്കും കുടിക്കാം. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ പച്ചമുന്തിരി തിന്നിട്ട് കുട്ടികൾക്ക് ജലദോഷം വന്നു, ചുമ വന്നു, തണുപ്പ് കൂടി എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഈ ജ്യൂസിന്. കാരണം നമ്മളിത് തിളച്ച വെള്ളത്തിലിട്ട് മുന്തിരി ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഇതിൻ്റെ തോല് പിഴിഞ്ഞ് മാറ്റിയെടുക്കും. വിത്ത് ഉള്ള മുന്തിരിയാണെന്ന് വെച്ചാൽ അതിൻ്റെ വിത്ത് മാറ്റും. എന്നിട്ടാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അത് നല്ല സ്വാദോടുകൂടെ കുടിക്കാൻ പറ്റും. നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടത് മുന്തിരിയും പഞ്ചസാരയും മാത്രമേ വേണ്ടൂ. ഇനി വേണമെന്നുള്ളവർക്ക് ഇത്തിരി ഏലക്കായ വാങ്ങിച്ചാൽ കുത്തിയിടാം. അതുപോലെ മണത്തിന് എന്തെങ്കിലും വാങ്ങിച്ചാൽ കരയാമ്പ് വാങ്ങിച്ചാൽ ഇടാം. എന്ത് വാങ്ങിച്ചാൽ അതിലേക്ക് കൂട്ടാം. ഞാൻ ഇപ്പോൾ പഞ്ചസാരയും മുന്തിരിയും മാത്രമേ ഇടുന്നുള്ളൂ. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ ജ്യൂസ് മുന്തിരി അല്ല ഇത്, കുറച്ച് വ്യത്യാസമുണ്ട്. ശരിക്കും ഉണ്ടാക്കേണ്ടത് നമ്മുടെ നാട്ടിലത്തെ ജ്യൂസ് അടിക്കുന്ന മുന്തിരി ഇല്ലേ, അത് വെച്ചിട്ടുണ്ടാക്കിയാലാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക, സ്വാദം ഉണ്ടാവുക. വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാറായി. നല്ലോണം 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഈ മുന്തിരിക്ക്. ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ട് മുന്തിരി നോക്കാം. വെള്ളം തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് മുന്തിരി കൊട്ടാം. നമ്മൾ മുന്തിരി കൊട്ടി. ഇപ്പം മുന്തിരി തിളയ്ക്കാറായിട്ടിട്ട് 2 തിള നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് പൊട്ടി വരും. പൊട്ടി വരുമ്പോൾ പഞ്ചസാരയും കൊട്ടി ഇളക്കിയിട്ട് ഗ്യാസ് ഓഫാക്കി ഇടാം. കഴിഞ്ഞിട്ട് തണുത്ത ശേഷം നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ തന്നെ തോല് വേറെ, അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് വേറെ കിട്ടും. നമുക്ക് ആ തോല് പിഴിഞ്ഞ് മാറ്റിയാൽ തണുത്തിട്ട് കുപ്പിയിലാക്കി വയ്ക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം തിളച്ചു, നന്നായി തിളക്കിണ്ട്. മുന്തിരി ഇട്ടിട്ട് പൊട്ടി തുടങ്ങി. എല്ലാ മുന്തിരിയും പൊട്ടണം. എല്ലാ മുന്തിരിയും പൊട്ടിയിട്ട് വേണം നമുക്ക് സ്റ്റവ് ഓഫാക്കാൻ. വേണ്ട, ഇതുപോലെ എല്ലാ മുന്തിരിയും നന്നായിട്ട് പൊട്ടണം. പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ടോ, ഇതുപോലെ എല്ലാ മുന്തിരിയും പൊട്ടണം. ഇതുണ്ടോ, മുന്തിരി പൊട്ടുണ്ട്. മുന്തിരി നല്ലോണം വെന്ത് പൊട്ടി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. ഈ സമയത്ത് വേണിച്ചാൽ നമുക്ക് 2 ഏലക്ക കൂടി കൊത്തിയിടാം. അതിലേക്ക് അയച്ചാൽ ഒരു കഷ്ണം പട്ട ഇടാം, കരയാമ്പ് ഇടാം. ഏതെങ്കിലും ഒരു ഫ്ലേവർ മതിച്ചാൽ അതിലത്തെ ഏതെങ്കിലും ഒന്നിടാം. അപ്പോൾ ഇതിന് നല്ല മണം ഉണ്ടാവും. ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തിളച്ചാൽ നമുക്കിത് ഓഫാക്കാം. നമുക്കിനി ഗ്യാസ് ഓഫാക്കി ഇടാം. ഇനി ഇത് ചൂടാറുന്ന വരെ ഇരിക്കണം. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തോട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം തണുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. കുരു ഉള്ളതെന്ന് വെച്ചാൽ കുരു അടക്കം പിഴിഞ്ഞ് കളയണം. കുരു ഇല്ലെങ്കിൽ പിന്നെ ആ തോട് മാത്രം കൊണ്ട് കിട്ടിക്കോളും. നമുക്ക് നോക്കാം. ഇതുപോലെ തോല് വേറെ കിട്ടും നമുക്ക്. ഉണ്ടോ, നമ്മുടെ നാടൻ മുന്തിരി ജ്യൂസ് മുന്തിരി ഇല്ലേ, ആ ജ്യൂസ് മുന്തിരി ആണെച്ചാൽ ഇതിലും കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ജ്യൂസ് പിഴിയാൻ കിട്ടും. ഇത് ഇത്തിരി കട്ടിയുള്ള മുന്തിരിയാണ്, അതുകൊണ്ട് അങ്ങനെ. അത് മറ്റേതാകുമ്പോൾ നമുക്ക് എളുപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇതിങ്ങനെ അമർത്തി കൊടുത്താൽ ചണ്ടി വേറെ കിട്ടും, ജ്യൂസ് താഴോട്ട് വീഴും. ജ്യൂസ് മുന്തിരിക്ക് ഇത്ര വേസ്റ്റ് വരില്ല. ഇങ്ങനെ അമർത്തി പിഴിഞ്ഞെടുത്താൽ നല്ലോണം വെള്ളം വീഴും, മുന്തിരി ജ്യൂസ് വീഴും. അപ്പം നമ്മളുടെ ജ്യൂസ് ശരിയായി. ഞാൻ അരിച്ച് വൃത്തിയാക്കി കൊണ്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അത് ഐസ് ഇടുക.
ഇതാ ജ്യൂസ് നല്ല ഭംഗിയിൽ നല്ല സ്വാദിൽ ഇതാ ഐസൊക്കെ ഇട്ട് കുടിക്കാൻ പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇത് ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ആവശ്യമുള്ളപ്പോൾ എടുക്കാം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്, കാരണം തിളപ്പിച്ചതാണല്ലോ, അതുകൊണ്ട് മുന്തിരി കൊടുത്താലും കേട് വരില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഐസ് ഇടണമെന്നില്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ട് കൊടുത്താൽ മതി. വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. അസ്സലാമു അലൈക്കും.